ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തെന്ന് വെച്ചാൽ ഇന്നൊരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട്. വി ആർ സ്റ്റാർട്ട് എ ന്യൂ ഇവന്റ്സ് കമ്പനി, പേര് വൈഡ് ആംഗിൾസ് എന്നാണ്. സോ അപ്പോൾ ഇന്ന് നമ്മുടെ ഷൂട്ട് ഉണ്ട്, സേവ് ദ ഡേറ്റ് അല്ലേ, സേവ് ദ ഡേറ്റിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. തുമ്പയിലാണ് ഷൂട്ട് വരുന്നത്. അപ്പോൾ ബാക്കി ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. സോ നമ്മളിതാ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ, കാട്ടാക്കടയാണ് നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത്, വൈഡ് ആംഗിൾസിൻ്റെ സ്റ്റുഡിയോ. അത് മാത്രമല്ല, പുതുതായിട്ടാണ് നമ്മൾ വൈഡ് ആംഗിൾസിൻ്റെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റും സ്റ്റാർട്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനും അപ്പവും നിശാന്തേട്ടനും കൂടെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സേവ് ദ ഡേറ്റ് ആണ്. നമ്മൾ നേരെ പോകുന്നത് തുമ്പയിലോട്ടാണ്. അങ്ങനെ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മുടെ ക്ലയൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തുമ്പ നമ്മുടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ അവിടെയുള്ള റിസോർട്ടിൽ വെച്ചിട്ടൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തൊക്കെയാണ് പോകുന്നത്. ഒരു സ്റ്റോറി ബേസ്ഡ് എടുക്കാമെന്നാണ് ഇരിക്കുന്നത്. ബട്ട് ക്ലയൻറ്റുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വേണം, അവരും കൂടെ അവരുടെ കംഫർട്ടും കൂടെ നോക്കണമല്ലോ. എന്താണ് അവരുടെ കംഫോർട്ടെന്ന് വിചാരിക്കുന്നത്, അതായിരിക്കും നമ്മളവിടെ എടുത്തു കൊടുക്കുന്നത്. ക്ലയൻറ്റിൻ്റെ അവരുടെ ഹാപ്പിനെസ് ആണല്ലോ നമുക്ക് വേണ്ടത്. നല്ലൊരു ബീച്ചായിരുന്നു. ഫൈനലി നമ്മൾ കഫേ കണ്ടുപിടിച്ചു. ബീച്ച് ഹിൽസ് കഫേ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ക്ലയൻറ്റിനെ കാണുന്നതിനെക്കാട്ടിലും അവിടുത്തെ കഫേ ആസ്വദിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് അവിടെ കയറിയപ്പോൾ ഫുഡിനോട് പ്രത്യേകതരം ഒരു ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും കാര്യമാക്കിയില്ല. ബട്ട് നമ്മൾ നേരെ ക്ലയൻറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിതാ കഫേയുടെ അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ്സ് വരുന്നത്. ഇവരോട് നമ്മൾ സ്റ്റോറി ബേസ്ഡ് പറയുവാണ്. അവർക്ക് സ്റ്റോറിയെക്കാട്ടിലും അല്ലാത്ത ഇത് വേണം എന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ, സ്റ്റോറി വേണ്ട, അവരുടെ ഇഷ്ടം എന്താണോ അതുപോലെ എടുക്കാമെന്നുള്ള രീതിയിലായി. ആംബിയൻസ് ഒക്കെ നല്ലതാണ്. നിശാന്തേട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ് ആംബിയൻസ്. അവിടെ വന്നിരിക്കാനും നല്ല രസമാണ്. കണ്ടില്ലേ, കുഞ്ഞു കുട്ടികളെ പോലെ ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഡയലോഗ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മ്യൂസിക് കിടക്കുന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തതാണ് വോയിസ്. ഊഞ്ഞാലടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അവരവിടെ ഷൂട്ടിന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ബീച്ച് സൈഡിൽ. അങ്ങനെ നിശാന്തേട്ടൻ പറഞ്ഞൊക്കെ കൊടുക്കുവാണ് പോസസും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ. ഇതിൻ്റെ ഔട്ട് നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്, മിസ് ചെയ്യാതെ കാണണം. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാട് എടുത്തുമായിരുന്നു ഷൂട്ട്സ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ രണ്ട് കുരുന്നുകളുടെയും കുട്ടിത്തവും എന്തെന്ന് പറയുന്നത്, കുരുത്തക്കേടും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പിന്നെ വിശക്കുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ പോയി ഫുഡൊക്കെ മേടിച്ചു കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു എന്നല്ല, കഴിച്ചു. ആദ്യം മേടിച്ചത് നഗറ്റ്സ് ആയിരുന്നു. നഗറ്റ്സ് കഴിച്ചു. ഓക്കെ, കൊള്ളാം, പോരട്ടെ അങ്ങനെയെന്ന് പറഞ്ഞിരുന്നു. അപ്പം അടുത്ത സാധനം, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഞാനൊരു ഗ്രീൻ ആപ്പിളിൻ്റെ മൊജിറ്റോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ചുമയായിരുന്നു, നല്ല ചുമയായിരുന്നു. എന്നാലും വെള്ളം ദാഹിച്ച് മേടിച്ചതാണ്. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുന്ന അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അതിനുശേഷം അപ്പോൾ കഴിച്ചതിന് ശേഷം അങ്ങോട്ട് പോയി. കാരണം നമ്മൾ ഉച്ചയ്ക്ക് വേറൊന്നും കഴിക്കാതെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു വിശപ്പൊക്കെയാണ്. അങ്ങനെ അവർക്ക് ഓരോ പ്രോസസ്സായിട്ട് ഇങ്ങനെ മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഭയങ്കര രസമായിരുന്നു. ആ സമയത്ത് മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറയുകയാണ്, അപ്പോൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വെഡ്ഡിങ്ങിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഇവൻ്റ് ആയിരുന്നാലും നമ്മളടുത്ത് നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ പ്രിഫറൻസ് പോലെ നമ്മൾ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഗ്രാഫി ആവട്ടെ, ഇവൻറ്റിൻ്റെ ആവട്ടെ, എല്ലാം തന്നെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, മെൻഷൻ ചെയ്തേക്കാം. ഇതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് കുറച്ച് ഫോട്ടോ എടുക്കാൻ സമയം കിട്ടിയത്. എൻ്റെ ഭർത്താവ് പറയുന്നത് കേട്ടില്ലേ, സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായി വന്നതുപോലെ ഉണ്ട്. ബ്ലഡി ഫുൾ
അതിനുശേഷം അവരുടെ സെക്കൻഡ് കോസ്റ്റ്യൂം ഇതായിരുന്നു. രണ്ടുപേർക്കും വേറെ ഡിഫറെൻറ്റ് കളേഴ്സായിരുന്നു. സോ ഈ കോസ്റ്റ്യൂമിലും കുറേ ഷൂട്ട്സ് എടുത്തു, പോസസ് എടുത്തു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഓരോ പോസസായിട്ട് നിശാന്ത് ഏട്ടൻ്റെ ഐഡിയാസിലുള്ള പോസസൊക്കെ നിശാന്ത് ഏട്ടനും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എടുത്തു വെച്ചിരുന്ന കുറച്ച് റെഫറൻസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ ആയിരുന്നു. അവരുടെ കംഫോർട്ട് അനുസരിച്ചൊക്കെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്ലയൻസിൻ്റെ ഹാപ്പിനെസ് ആണല്ലോ നോക്കേണ്ടത്. കാരണം അവരുടെ പോസസും അവരുടെ ഫോട്ടോസും ഒക്കെ അല്ലേ. അങ്ങനെ അവർക്ക് ഒക്കെ ആയിട്ടുള്ള കുറച്ച് പോസ്റ്റ് ഞാനും അപ്പവും നിശാന്ത് ഏട്ടനൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യിക്കുകയാണ്. സോ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ആം റിയലി ഹാപ്പി. നിങ്ങൾക്കും അത് കാണുമ്പം ഹാപ്പി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്ലയൻസിന് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട്. സോ ഞാൻ നിങ്ങൾക്കും കൂടെ ഇൻഫർമേഷൻ ഒന്നും കൂടെ തരുക. നിങ്ങൾക്ക് എന്തെങ്കിലും വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് വർക്ക് ആവട്ടെ, എന്ത് വർക്ക് ആവട്ടെ, ബർത്ത്ഡേ ഫങ്ഷൻ, വെഡ്ഡിങ് ആനിവേഴ്സറീസ്, സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ഉറപ്പായിട്ടും എല്ലാ ഇൻഫോർമേഷൻസും കൊടുത്തേക്കാം. സോ അങ്ങനെയൊക്കെയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള കുറേ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നൈസായിരുന്നു. എല്ലാം പറഞ്ഞാൽ ആ പ്രകൃതിയും നമുക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുമായിരുന്നു. ഇതിലൂടെ കാണുമ്പോൾ തന്നെ ആ പിക്ചറിൻ്റെ ഭംഗി ഉണ്ടായിരുന്നു. ബട്ട് ബീച്ചൊക്കെ എന്ന് പറയുമ്പം പൊതുവെ അങ്ങനെയാണല്ലോ. ബീച്ചിൽ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് വാവ് എന്ന് പറയേണ്ട സംഭവം ഉണ്ടല്ലോ. സോ നൈസായിട്ട് വർക്ക് പോയി. അടിപൊളിയായിരുന്നു. ഒരു ബാഡായിട്ടുള്ള ഒരു സംഭവമില്ല. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ അപ്പൂൻ്റെ കൂടെ സഹായിക്കാൻ പോയതാണ്. ബട്ട് ഐ എം സ്റ്റിൽ ഹാപ്പി. വോക്ക് കണ്ടിട്ടും എനിക്ക് വലിയ ഹാപ്പി ആയിരുന്നു. സോ അവരെ കുറച്ച് ബീച്ചിലോട്ട് ഇറക്കി നിർത്തിയിട്ടുള്ള ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബീച്ച് നോക്കി നിൽക്കുന്നതും അവർ തമ്മിലുള്ള റൊമാൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന പോലെയും ഒക്കെ എടുത്തിട്ടുണ്ട്. നൈസ് ആയിരുന്നു. കാരണം അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. ഈ പറഞ്ഞ കാര്യങ്ങളേ പറയാനുള്ളൂ. നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഔട്ട് കാണുക. ലവ് യു സോ മച്ച്. ബൈ.